അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. വന്യരായ നൂറു സാദാത്ത് ബായാർ തങ്ങളുപ്പാപ്പ, അൽഹംദുലില്ലാഹ്, വർഷങ്ങളുടെ പരിചയമാണ്. ഒരു 8 കൊല്ലം മുമ്പ് എടക്കര ഭാഗത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ ഒരു സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി തങ്ങളുപ്പാപ്പാനെ കൊണ്ടുപോയി. അവിടെ സദസ്സിൽ ഒരു കുട്ടി കടന്ന് മറിയാൻ പ്രയാസപ്പെട്ട്, വല്ലാതെ പ്രയാസപ്പെട്ടു. ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു കുട്ടിക്ക് അപസ്മാര രോഗം പോലെ, എന്തെന്നറിയില്ല, ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ വെള്ളം വന്നിരിച്ചു കൊടുത്തു. മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഉടനെ ഓടി വന്നു. ആ കുട്ടി റാഹത്തോടെ ഉമ്മാന്റെ മടിയിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സുഖപ്പെട്ടു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സദസ്സും വലിയ അഥറുള്ള സദസ്സായി നിലനിർത്തി തരുമാറാവട്ടെ. അന്തമാൻ നിക്കോബാർ ദ്വീപില് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഉസ്താദിന് ഒരു 5-6 ദിവസത്തേക്ക് അങ്ങോട്ട് വന്നിരുന്നു തങ്ങൾ. അൽഹംദുലില്ലാഹ്. അവിടെ 2 ദിവസം മജ്‌ലിസുകളോട് മജ്‌ലിസ്, വഅളും മജ്‌ലിസും ഒക്കെ ആയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, ഖാഫി, ഇനി എനിക്ക് ഇവിടെ സിയാറത്ത് ചെയ്യണ്ടേ, കുറേ സ്ഥലങ്ങൾ സിയാറത്ത്. ഫദ്ലുൽ ഹഖ് ഖൈറാബാദി തങ്ങൾ, വന്യരായ സുൽത്താനുൽ മുസ്താദ് അവറുകളുടെ ശാലിയാത്തി ഇമാം വഴിയുള്ള 5ാമത്തെ ഷെയ്ഖാണ്. അവിടുത്തെ ഉറൂസാണ് ഈ സഫർ 12-ന്. അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാവട്ടെ. അവരെ സിയാറത്തടക്കമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണണ്ടേ. അപ്പോ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ മഴയല്ലേ, എങ്ങനെ പോവാ, ഞാൻ പോകോളഞ്ഞ് മഴ ഉണ്ടാവില്ല തക്കാഫിയ. പിന്നെയുള്ളൊരു 4 ദിവസം മഴയില്ലാന്ന് മാത്രമല്ല, ഞങ്ങൾ ഉപ്പാപ്പ അങ്ങോട്ട് പോകുന്നതിന് ശേഷം നല്ല മഴയും പെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ പങ്കുവെക്കാനുണ്ട്. ഇരുത്തി നീട്ടി പറയുന്നത് അദബുകേടാകുമോ എന്ന് പേടിച്ച് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, നാം അഹ്ലുബൈത്തിനെയൊക്കെയും സ്നേഹിക്കണേ, അത് വാജിബാ നമുക്കൊക്കെയോ. സാദാത്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അത് നമുക്ക് വാജിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമോടുന്ന ശരീരങ്ങളാണ്. കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നൂറുസാദാത്ത് ബായാർ തങ്ങളെ പ്രതീക്ഷിച്ചു വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉപ്പമാരെ, ആ തങ്ങളുപ്പാപ്പാനെ ഒന്ന് ബഹുമാനിക്കലോ, അവിടുത്തെ കരമൊന്ന് പിടിച്ച് ചുംബിക്കലോ, അവിടുത്തെ ദുആയിൽ ആദരവോടെ ഒന്ന് കൂടലോ, അത് വലിയ പൊരുത്തമാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. ഒരൊറ്റ ദിവസം അവരോട് നമ്മൾ മഹബത്ത് കാണിക്കുമ്പോ കണ്ടിന്യൂ ആയി ഒരു വർഷക്കാലം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന നേട്ടം അല്ല, അതിനേക്കാളും വലിയ നേട്ടമാ. അവർക്കുള്ള ഹഖറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിനെന്തു ഫലമാ പൊന്നേ. സദാത്യങ്ങളെ ഹക്ക്, അവരെ പവറ്, അവരെ അളമത്ത് മനസ്സിലാക്കാതിരുന്നാൽ പിന്നെ നമ്മുടെ അമലുകൾക്കെന്തു ഫലമാ. അവനോട് ഹുബ്ബില്ലാത്ത കൽബിലൊരിക്കലോ ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലോ. സദാത്യങ്ങളോട് മഹബ്ബത്തില്ലാത്ത കൽബിലോ ഈമാനില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാം അവരെ വരവിന് മർഹബാ പറയേണ്ടതാ. രാജാക്കളെക്കാൾ
അതിനേക്കാളുപരിയായി കാണേണ്ടതാ. രാജാക്കള് കടന്നു വരുമ്പോ എത്രയാ പ്രജകൾ ഇങ്ങനെ ബഹുമാനിക്കുന്നതെങ്കിലോ അല്ല അല്ല, അതിനേക്കാളും വലിയ മർഹബ പാടിക്കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് ആദരവോടെ സ്വീകരിക്കേണ്ടതാ. ഞാൻ എൻ്റെ ഭാഷണം നിർത്തുകയാ. അവസാനമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണേ, റസൂലുള്ളാഹിനെ പഠിക്കണേ, റസൂലുള്ളാഹിനെ പറയണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസത്തിലും ചൊല്ലുന്ന സ്വലാത്തിന്റെ അളവുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കാണണം. അതുവഴി അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടണം. അല്ലാ, ഈ കടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിന് വന്നിട്ടുള്ള ഉമ്മമാര് ഒരു ദിവസം 300 സ്വലാത്ത്, 500 സ്വലാത്ത്, 1000 സ്വലാത്ത് നിത്യമായി ചൊല്ലുന്ന ഉമ്മ, ഉപ്പ, സഹോദര, സഹോദരി, ഒരു ദിനം നമ്മുടെ സ്വലാത്ത് മദീനയിലെത്താത്ത ഒരു ദിവസം വരും. അന്ന് നമ്മുടെ റൂഹ് അസ്റാഹീൽ പിടിച്ച ദിവസമാകും. ഹബീബായ തങ്ങളെ ഇടപെടൂലേ, ഖബറാകുന്ന കല്ലറയിലേക്ക് നമ്മെ അങ്ങ് വെക്കുമ്പോ സ്വീകരിക്കാൻ വരൂലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറു സാദാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മറ്റു സർവ്വസാദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിന്റെ കരങ്ങളാൽ ഖബറിലെത്താനും സ്വർഗത്തിലെത്താനും തൗഫീഖ് നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദുആകളിലും നിങ്ങൾക്കും ഒരു ഇടം എൻ്റെ ദുആയിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു. അല്ലാഹു നമ്മെയും ദുആ കൊണ്ട് കടപ്പെട്ട മുഴുവൻ ആളുകളെയും ഇരുലോക വിജയികളിൽ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മാസത്തെ പവിത്രമായ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകാൻ നൂർ സാദാത്ത് തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലെത്തി. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമുക്ക് അവരുടെ തണലിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും അത് അനുഭവിക്കാനും ദീനിനെ ഖിദ്മ ചെയ്യാനും അള്ളാഹു നമുക്കും ഭാഗ്യം ചെയ്യട്ടെ എന്ന്